അലയറുമാഴിയിലുണ്ടനന്തമായ കല ഇതു കല്യ അനാദികാര്യമാകും. സലിലരസാദി ശരീരം ഏന്തി നാനാവുലക് ഉരുവായി നിന്നിടുന്നു. സലില രസാദി ശരീരമേന്തി നാനാവുലക് ഉരുവായി നിന്നിടുന്നു. ഉരുവായി നിന്നിടുന്നു. അലയറുമാഴിയിൽ ഉണ്ടനന്തമായ കല. അലയറുമാഴിയിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞുവല്ലോ, അലകളെല്ലാം അസ്തമിച്ച ഒടുങ്ങിയ ആ ആഴിയിൽ എന്നിവിടെ ഗുരു പറയുമ്പം സങ്കല്പങ്ങളെല്ലാം ഒടുങ്ങിയ ആ ബോധസത്തയിൽ, അയോധ്യയിൽ, ആയോധനം നിലച്ച ഭൂമിയിൽ, മനസ്സിൽ ഒരു സങ്കല്പങ്ങളുമില്ല. ആ സങ്കല്പങ്ങളെല്ലാം ഒടുങ്ങിയിട്ട് കടലിന് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ചില സമയങ്ങളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം, കടൽ അങ്ങനെ നിശ്ചലമായിട്ട് ഇങ്ങനെ നിൽക്കും. ഒരു പ്രത്യേക സമയമൊക്കെയാണ്, മാസങ്ങളിലൊക്കെ കാണാം കടൽ അങ്ങനെ വലിയ ഇതൊന്നുമില്ല. പിന്നെ സൂര്യൻ ഉദിക്കുന്നതിനനുസരിച്ച് കാണാം ചെറുതായിട്ട് തിരമാല വരുന്നതും ഒക്കെ പ്രത്യേക സമയങ്ങളിൽ. എപ്പോഴോ ഒരിക്കലും അങ്ങനെ ഒരു അപൂർവ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കടലിങ്ങനെ തടാകം പോലെ കിടക്കുന്നത് കാണാൻ. ഈ ലക്ഷദ്വീപിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം അങ്ങനെ ഇങ്ങനെ ഐലൻഡുകളിലൊക്കെ പോകണം നമ്മൾ, അപ്പോഴാണ് അങ്ങനെ കാണുന്നത്. അലയറുമാഴിയിൽ ഉണ്ടനന്തമാകയാകല, അളവില്ലാത്ത ആ ശക്തി അതിനകത്തുണ്ട്. നമ്മൾ വിചാരിക്കേണ്ട ഇതിങ്ങനെ നിശ്ചലനായിട്ടുള്ള ഒന്നാണ്. ഇനി ഈ ഇപ്പോൾ ഇങ്ങനെ അലയറ്റിട്ടുള്ള ആഴിയുടെ കാര്യം വിട്ടേക്കാം. നമുക്കൊരു ഡാം പോയി കാണാമെന്ന് പറയാം. ഡാം, ആ ഡാമിൽ അലയൊന്നും ഉണ്ടാവില്ല. അത്രയും എന്താ പറയുക, ഗ്യാലൻ വെള്ളം അങ്ങനെ നിൽക്കുക. അതിലെന്തുണ്ട്? ഒരു പറയണു ഉണ്ട് അനന്തമായ കല. അതിൽ അനന്തമായ അളവില്ലാത്ത അതിൻ്റെ ശക്തി അതിൽ അന്തർലീനമാണ്. ഡാം ചെയ്തിരിക്കുന്ന വെള്ളത്തിൽ അതിൻ്റെ ശക്തി അനന്തമാണ്. അതങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഈ ഡാമിൽ നിങ്ങൾക്ക് വൈദ്യുതി ഉണ്ടാക്കുന്ന ഏർപ്പാട് അറിയാമല്ലോ അല്ലേ? ഈ ഡാമിൽ നിന്ന് പോവും ഈ സാധനം, പോയിട്ട് ഇതിൻ്റെ ഒരു നോസിൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ഇതിൻ്റെ ടർബൻ കറക്കുന്നത്, അതിൽ കൈവച്ച് കഴിഞ്ഞാൽ കൈയൊക്കെ തെറിച്ചു പോകും. തെറിക്കാന്നല്ല, കൈ അറ്റുപോകും. അങ്ങനത്തെ ഫോഴ്സിലാണ് വെള്ളം ഈ ടർബനെ കറക്കാൻ വേണ്ടിയിട്ട് ഈ ഇതിലേക്ക് പോവുക. അപ്പോൾ ഈ ശക്തി ഇതിന് എവിടുന്ന് കിട്ടി? ഇവിടുന്ന് കിട്ടുന്നതാ. അപ്പോൾ ആ ഉയരത്തിൽ നിന്ന് ആ പ്രഷറിലാണ് അത് വരുന്നത്. അപ്പോൾ അതിന് അനന്തമായിട്ടുള്ള അളവില്ലാത്ത ശക്തി അതിനകത്തുണ്ട്. അതേപോലെ വായു ഇങ്ങനെ കിടക്കുമ്പോൾ വായുവിന് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അത് ടയറിനകത്താക്കി, ഒരു ട്യൂബിനകത്താക്കി ടയറിനകത്താക്കി കഴിഞ്ഞാലോ ടൺ കണക്കിന് ഭാരം വഹിക്കാനുള്ള ശക്തി അതിലുണ്ട്. ഇതുപോലെ പറയുന്നു, അതിനെ ഗുരു പറയുകയാണ്, ഇതു കല്യ. ഇതെന്താണ്? ഇതെപ്പോൾ വേണമെങ്കിലും പ്രകടമാകും. ഇതിനെ ഗുരു ഒരു പുതിയ വാക്ക് പറയാം, ഇതു കല്യ. ഇതെപ്പോൾ വേണമെങ്കിലും ഇതിനെ എടുക്കാം. ഈ ശക്തി, ഉറങ്ങിക്കിടക്കുന്ന ഈ ശക്തി എപ്പോൾ വേണമെങ്കിലും ഇത് പ്രകടമാകും പ്രപഞ്ചത്തിൽ. ഇതെന്താണ്? അനാദികാര്യമാകും. മാത്രമല്ല ഇത് അനാദിയായിട്ടുള്ള പ്രപഞ്ചത്തിനെ ഇങ്ങനെ പ്രകടമാക്കാനുള്ള ഒരു കാരണമായിട്ട് തന്നെ നിലകൊള്ളുന്നതാണിത്, ഈ ശക്തി. സലില രസാദി ശരീരമേന്തി. ഗംഭീര പ്രയോഗമാണ്. പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെങ്ങനെ വിവരിക്കുക? എന്താണ്? സലില രസാദി ശരീരമേന്തി. സലിലം എന്ന് പറഞ്ഞാൽ ജലം, വെള്ളം. രസാദി ഭൂമി, ആകാശം, വായു, ഇങ്ങനെ എന്തൊക്കെ നിങ്ങൾ പറയുന്നുവോ ഇത്യാദി. ശരീരമേന്തി, ശരീരം എടുത്ത്. അപ്പം ജലത്തെ തന്നെ ഒരു ശരീരമാണ്, വായുദേവന അല്ല എന്താ വരുണദേവനായിട്ടും ഒക്കെ ശരീരമേന്തി. സലില രസാദി ശരീരമേന്തി എന്ന് ഗുരു പറയുമ്പം നാം ഉൾപ്പെടുന്നവർ, നമ്മുടെയും പൂർവ്വരൂപം എന്താണ്? ജലം തന്നെയാണ്. അതിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഇങ്ങനെ. ഈ
നാരായണൻ എന്ന് പറഞ്ഞാൽ എന്താ? നാരത്തിൽ അയനം ചെയ്യുന്നവൻ. നാരം പരമാത്മ വിഷയകം ജ്ഞാനം നാരം ഇതി ഉച്യത്തെ. പേര് തന്നെ ഗംഭീര, നാരായണൻ. നാരത്തിൽ അയനം ചെയ്യുന്നവൻ, ആ പരമാത്മ വിഷയത്തിൽ. അതേപോലെ നാരത്തിന് ജലമെന്നുണ്ട്. അതുകൊണ്ട് ജലവുമായിട്ടുള്ള നമ്മുടെ ഒരു സംവദിക്കലിന് നരനാരായണ സംവാദം എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് എന്ത് സലില രസാദി ശരീരമേന്തി എന്ന് പറയുമ്പം ഇതിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ മാനങ്ങൾ അനന്തമാണ്. നമുക്കങ്ങനെ കൊണ്ടുപോവാം. എല്ലാറ്റിനും ഇത്തരത്തിലുള്ള ഒരു രൂപമുണ്ട്, ജലത്തിൻ്റെ രൂപം. അവിടെ നിന്ന് ശരീരമേന്തി നാനാ ഉലഗുരുവായി ഉരുവായി. രണ്ട് ഉരുവാണ്. എന്താണ് നാനാ ഉലഗുരുവായി എന്ന് പറഞ്ഞാൽ? അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളായി. അനന്തകോടി, അത് അനന്തമായിട്ടുള്ള എണ്ണമറ്റ അളവില്ലാത്ത ഈ വിശ്വത്തിൻ്റെ വിശ്വമായി തീർന്ന് ഉരുവായിയാണ്. അടുത്ത ഉരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മളൊക്കെയായി. ഉരുവായി കരുവായി എന്നൊക്കെ ഉള്ളത് ഇവിടെ മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ ഉരുവായി. അടുത്ത് എന്താ? അതിൽ പല ജീവരൂപങ്ങളായിട്ടും നിന്നിടുന്നു. ഈ നിന്നിടുന്നത്, നിലനിന്ന് പോരുന്നതെല്ലാം ഈ ശക്തി തന്നെയാണ്. അപ്പോൾ ഈ ആത്മോപദേശ ശതകം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. വിശ്വത്തെക്കുറിച്ച് ഒരു സംഗതിയെക്കുറിച്ച് പിന്നെ ചോദിക്കേണ്ട എന്ന് പറയാം. കാരണം ചർച്ച ചെയ്യാത്തതായിട്ട്, അതാണ് ആമുഖ ഭാഷണത്തിൽ പറഞ്ഞത്. ഇവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവരാത്തതായിട്ടുള്ള യാതൊരു സംഗതിയും ഇല്ല. എല്ലാം തന്നെ വാസിഷ്ഠത്തിൽ വസിഷ്ഠൻ രാമന് കൊടുക്കുന്ന ഉപദേശം ഇങ്ങനെയാണ്. ഒരു സൂക്ഷ്മരൂപവും സ്ഥൂല രൂപവും. അതായത് ഒരു മയില് നൃത്തം വെക്കുന്നത് കാണിച്ചു കൊടുക്കും, കയ്യിലൊരു കോഴിമുട്ടയും കാണിച്ചു കൊടുക്കും. ആദ്യം കോഴിമുട്ടയല്ല, മയിലിൻ്റെ മുട്ട ആദ്യം കാണിച്ചിട്ട് ചോദിക്കും, രാമ ഇതെന്താണ്? രാമൻ പറയും അണ്ടം ഏവ, അത് അണ്ടമാകുന്നു, മുട്ടയാകുന്നു. എന്നിട്ട് അവിടെ മയിലിനെ കാണിച്ചു കൊടുക്കും, എന്താണ് മയിലാണെന്ന് പറയും. അപ്പം മയിൽ വെറുതെ നിൽക്കുകയല്ല, മയിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക, നൃത്തം വെക്കുന്ന മയിലിനെ. അപ്പോൾ വസിഷ്ഠൻ പറയാണ്, അനേക വർണ്ണരാജികൾ പ്രകടിപ്പിച്ച്, വൈവിധ്യമാർന്ന വർണ്ണരാജികളെ പ്രകടിപ്പിച്ചുകൊണ്ട് നൃത്തം വെക്കുന്ന ആ മയിൽ തന്നെയാണ് രാമ ഈ കാണുന്നത്. പക്ഷേ ഇത് കാരണരൂപത്തിലാണ്, അത് കാര്യരൂപത്തിലാണ്. അതുകൊണ്ട് വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കണു, സർവത്ര പഞ്ചഭൂതാനി. ഈ പഞ്ചഭൂതങ്ങൾ സമ്മേളിച്ചതാണ്. സർവത്ര പഞ്ചഭൂതാനി ഷഷ്ടം കിഞ്ചിത് ന വിദ്യത്തെ പാതാളേ ഭൂതലേ വാപി ധീര തത്ര ന മുഹ്യതി. ധീരൻ അതുകൊണ്ട് മോഹിക്കുന്നില്ല. ഏതുകൊണ്ടെന്നാൽ എല്ലായിടത്തും പഞ്ചഭൂതങ്ങളാണ്. ആ പഞ്ചഭൂതങ്ങൾ ഇതിൽ നിന്ന് പ്രകടമായതാണ്. നീ അന്വേഷിച്ചാൽ വേറെ ഒന്നും ഇവിടെ കിട്ടാനില്ല. ഗുരു വെല്ലുവിളിക്കണു അന്വേഷിക്കാൻ, വേറെ എന്തെങ്കിലും കിട്ടുമെങ്കിലും കൊണ്ടുവരൂ നിങ്ങൾ. അതുകൊണ്ട് വേറെ ഒന്നുമില്ല കിട്ടാൻ. അതുകൊണ്ട് അതിലാണ് ഇതെല്ലാം ആവിർഭവിച്ച് നിലകൊണ്ട് തിരോധാനപ്പെടുന്നത്. തുടർന്ന് നവനവം ഇന്നലെ ഇന്ന് നാളെ മറ്റേ ദിവസം ഇതിങ്ങനെ ചിന്ത ചെയ്തിടാതെ. നവനവം ഇന്നലെ ഇന്ന് നാളെ മറ്റേ ദിവസം ഇതിങ്ങനെ ചിന്ത ചെയ്തിടാതെ. അവിരതം എണ്ണിയളന്നിടുന്നതെല്ലാം ഭ്രമം. അവിരതമെണ്ണിയളന്നിടുന്നതെല്ലാം ഭ്രമം. ഒരു ഭേദവുമില്ല അറിഞ്ഞിടേണം. എല്ലാം ഭ്രമം, ഒരു ഭേദവുമില്ല അറിഞ്ഞിടേ. നമ്മളെയൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഗുരു, വളരെ നന്നായിട്ട്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ഒഴിവ് കഴിവാണോ പറയുന്നത്
ആ ഒഴിവ് കഴിവിനെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് നമ്മളോട് പറയുക. എന്താ പറയുന്നത്? നവനവം ഇന്നലെ ഇന്ന് നാളെ മറ്റേ ദിവസം. നവനവം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് എന്ന് പറഞ്ഞാൽ പുതിയ കൊല്ലം. ഇങ്ങനെയൊന്നും ആയാൽ പോരാ. ജാനുവരി 1 ആവട്ടെ. ജാനുവരി 1 രാവിലെ 4 എഴുന്നേക്കും, എന്നിട്ട് ഓടാൻ പോണം. ആഹാ, എവിടെ? കലൂർ സ്റ്റേഡിയത്തിൽ. ഓഹോ, ഇതെന്നാ പറയണത് എന്നറിയോ? ഒരു ഒക്ടോബർ നവംബറിലൊക്കെ, ഡിസംബറിലൊക്കെ ആകുമ്പോൾ ഇവരിതിങ്ങനെ തീവ്രമാക്കും. ജാനുവരി 1 ആവട്ടെ. പിന്നെ ഡിസംബർ 31 കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അല്ല ഇന്ന് ജാനുവരി 1 അല്ലേ? ഈ ജാനുവരി 1 എന്ന് പറഞ്ഞാൽ അത് ഒരുമാതിരി ഇംഗ്ലീഷുകാരുടെ ദിവസമാണ്. നമ്മൾ മലയാളികൾ ചിങ്ങം 1 ഗുരു പറയുക ഇവിടെ. എന്താണ്? നവം പുതുതായി മാറി മാറി വരുന്ന വർഷം, അതല്ലെങ്കിൽ ഇന്നലെ ഇന്ന് നാളെ മറ്റേ ദിവസം. ഇതിങ്ങനെ ചിന്ത ചെയ്തിടാതെ നാളെ തുടങ്ങാം, മറ്റന്നാൾ തുടങ്ങാം, ജാനുവരി 1 മാർച്ച് ഇയർ എൻഡിങ് അങ്ങനെയാണ്. ഞങ്ങളുടെ മാർച്ചാണ്, വിഷുവാണ്, അല്ലെങ്കിൽ തിരുവാതിര വരട്ടെ, തിങ്കളാഴ്ച ആവട്ടെ, നല്ല ദിവസം നോക്കാം, മുഹൂർത്തം നോക്കാം. ഇങ്ങനെ ചിന്ത ചെയ്തിടാതെ, ഇങ്ങനെ ഈ സമയം ഇതിന് പറ്റിയതല്ല എന്ന് കരുതി തൽക്കാലം മാറ്റിവെച്ച് മറ്റു പലതിനെയും സ്വീകരിച്ച് ഈ ഒളിച്ചോട്ടം ഉണ്ടല്ലോ, അത് ചെയ്തിടാതെ, ഇങ്ങനെ ചിന്ത ചെയ്തിടാതെ അവിരതം തുടർച്ചയായി മുറിവില്ലാതെ എണ്ണി അളന്നിടുന്നതെല്ലാം, വേറെ വേറെയാക്കി എണ്ണി തിട്ടപ്പെടുത്തുന്നത് എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ഭ്രമം, നമ്മുടെ ഭ്രമം തന്നെയാണ്, അജ്ഞാനം തന്നെയാണ്, മനസ്സിൻ്റെ കൽപ്പനകൾ മാത്രമാകുന്നു. ഇന്ന്, നാളെ, മറ്റന്നാൾ, ചിങ്ങം 1, അല്ലെങ്കിൽ മലയാള മാസം 1, ഇംഗ്ലീഷ് മാസം ഇത്യാദി കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഇപ്പം പോയാൽ ശരിയാവില്ല, അല്ലെങ്കിൽ മൂന്നാൾ ഇറങ്ങിയാൽ ശരിയാവില്ല. അതുകൊണ്ട് നാളെ നിങ്ങൾ അവിടെ വന്നോളൂ, ഞാൻ അവിടെ എത്താം, അതുകൊണ്ട് ഇന്ന് വേണ്ട എന്ന് പറയും. ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ഒഴിവ് കഴിവുകൾ കണ്ടെത്തുന്നതെന്നറിയോ? ഇങ്ങനെ ചെയ്തിടാതെ. ഇതെല്ലാം ഭ്രമമാണ്, ഒരു ഭേദവുമില്ല, ഇതിലൊന്നും തന്നെ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഇല്ല എന്ന് പറയാം. ഇത് അറിഞ്ഞിടണം. ഇത് നമ്മൾ ഇക്കാര്യം നമുക്ക് ഓർമ്മയിൽ വേണം. അപ്പോൾ സത്യാന്വേഷണം, ബ്രഹ്മവിചാരം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് മുഹൂർത്തം, സമയം? ഇല്ല. ബ്രാഹ്മമുഹൂർത്തം, ബ്രഹ്മവിചാരം നമ്മളെപ്പോൾ ചെയ്യുന്നു അപ്പം തന്നെ ബ്രാഹ്മമുഹൂർത്തം. അയ്യോ, ഇനിയിപ്പോൾ 5 മണിയൊക്കെ കഴിഞ്ഞില്ല, ഇന്നിനി വേണ്ട എന്ന് പറയും. അങ്ങനെ ചിന്ത ചെയ്യുകയേ അരുത്. അതുകൊണ്ട് സദാപി, എപ്പോഴും നമ്മൾ എപ്പം റെഡിയാണോ അപ്പം നമ്മുടെ മനസ്സിനെ അതിന് തയ്യാറാക്കി വെക്കണം, തയ്യാറാക്കി നിർത്തണം. ഇങ്ങനെ പുതിയ വർഷം വരുന്നു, അല്ലെങ്കിൽ അത് വരുന്നു, ഇത് വരുന്നു, അടുത്തതാവാം, എങ്ങനെയൊന്നും പറയാതെ. ചിലർ പറയുന്നു വീട് മാറാം, നമുക്ക് ഈ വാടക വീടിൽ നിന്ന് പോയിട്ട് വേറൊരു സ്ഥലത്ത് വീടെടുക്കുമ്പോൾ ഇങ്ങനെ ഇതിനൊക്കെ പറ്റിയൊരു സ്ഥലം നോക്കാം എന്ന്. പലരും പല 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 ഒഴിവ് കഴിവുകൾ പറയും പലതിനും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാതെ അറിവിനെ വിട്ടധ ഞാനുമില്ല, എന്നെ പിരിയുകിലില്ല അറിവും പ്രകാശമാത്രം. അറിവറിയുന്നവനെന്നു രണ്ടുമോർത്താലൊരു പൊരുളാം, അതിനില്ല വാദമേതും. എങ്ങനെയാണ് ഞാൻ എന്ന ബോധത്തിലേക്ക്, അഹങ്കാരത്തിൽ നിന്ന് അഹംബോധത്തിലേക്ക് എങ്ങനെ നമുക്ക് വരാം, എന്നിട്ട് പ്രപഞ്ചബോധമായി വിശ്വചൈതന്യമായി ഏകീഭവിക്കാം? ഈ അനുഭവത്തെ തന്നെ ഗുരു പ്രകടമാക്കുന്നു, പറയുന്നു. അറിവിനെ വിട്ട് അത ഞാനുമില്ല. അറിവിനെ വിട്ടിട്ട് ഈ പ്രപഞ്ചബോധത്തെ, വിശ്വബോധത്തെ വെടിഞ്ഞാൽ അതോടെ ഞാനില്ല.
പിന്നെ ഞാൻ എന്ന് പറയുന്ന ആളില്ല. ഇതിനെയാണ് തെക്തേന ഭുഞ്ചീതാഹ എന്ന് പറയുക. ഞാനിനെ മാറ്റി, ഞാനാണ് ഈ വിശ്വത്തിൽ പ്രകൃതിയിൽ ഈശ്വരനുമായി അകന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ വിശ്വവുമായി എന്നെ അകറ്റുന്നത് ഞാൻ എന്ന ബോധമാണ്. അറിവിനെ വിട്ട് അതാ ഞാനുമില്ല. ഈ സങ്കല്പജന്യമായിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ കൈയൊഴിയുന്ന പ്രക്രിയ, അതിനെ വിട്ടുകഴിഞ്ഞാൽ, വെടിഞ്ഞാൽ അതാ ഞാനില്ല. പിന്നെയോ എന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ജീവഭാവത്തെ, ഈ വിശ്വത്തിലുണ്ടായിട്ടുള്ള, പറഞ്ഞല്ലോ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ, ആ ബോധത്തിൽ നിന്ന് അഹമെന്ന ബോധം ഉണ്ടായി, പിന്നെ എൻ്റേതെന്ന ബോധം ഉണ്ടായി. അതുകൊണ്ട് ഇതിനെ അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവില്ല? പിരിയുകിൽ എന്ന് പറഞ്ഞാൽ അതിനെ പിരിഞ്ഞാൽ ഇവിടെ ഒരു വേർപെടൽ ആവശ്യമുണ്ട്. അറിവുമില്ല, ഇല്ല അറിവും. പിന്നെ സങ്കല്പജന്യമായ ആ പ്രപഞ്ചത്തിൻ്റെ വൈവിധ്യമായ ബോധവും ഇല്ല. തുടർന്ന് പറയുന്നു പ്രകാശമാത്രം. പിന്നെയുള്ളത് എന്താണ്? ആ ചൈതന്യം മാത്രം, പ്രകാശമാത്രം. രണ്ടും ഒന്നിൽ വിലയിക്കുന്നു. അറിവിൻ്റെ തലത്തിലാണിത്. എന്നിട്ട് ഏകീഭവിക്കണം. അറിവ്, പിന്നെ ആ പ്രപഞ്ചബോധം, അഹമെന്ന ഭാവത്തിൽ നിന്ന് അഹമെന്ന ബോധത്തിൽ പറയുന്നു അറിയുന്നവൻ ഞാൻ, അതിനെ അറിയുന്നവൻ എന്താവുന്നു എന്നു രണ്ടും. ഈ രണ്ടും, ഞാൻ വിശ്വത്തെ അറിയുന്നു, ഒന്നിൽ വിലയിച്ച്, എല്ലാം ഓരോന്നിൽ വിലയിച്ച് അവസാനം ശേഷിക്കുന്ന ഇത് രണ്ടും ഓർത്താൽ, ഇതിനെ വിചാരം ചെയ്താൽ ഒരു പൊരുളാം, ഒരേ ഒരു സത്യത്തിൻ്റെ പ്രകടനം തന്നെയാണ് ഇതെന്ന് ഇത് തെളിയും. അതുകൊണ്ട് ഗുരു പറയുകയാണ് അതിനില്ല വാദമേതും. ഈ ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഒരാൾക്കും ഉണ്ടാകാൻ തരമില്ല. ഇതാണ് സാക്ഷാത്കാരം. ഏത്? ഇവിടെ സത്യസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഞാനിനെ അഴിച്ച് ഈ ഞാൻ എന്ന് പറയുന്ന ചിന്ന ഞാനിനെ പെരിയ ഞാനാക്കുക. അതിനാണ് അഹങ്കാരത്തെ അഹംബോധത്തിലേക്ക് വളർത്തുക എന്ന് പറയുക. പിന്നെ ഞാൻ എന്ന് പറയുന്ന ചെറിയ ആളില്ല. പിന്നെയുള്ള ഞാനോ? ആ ഞാനാണ് അഹം. ഇവിടെ പറയുന്ന ആ അഹമാണ് ബ്രഹ്മ അസ്മി. അഹം ബ്രഹ്മാസ്മി, ഞാൻ ആ സത്യമാകും. ഇത് ആരോ പറയുണ്ടായി, ഒരു ചായക്കടയിൽ പോയി ചായ കുടിച്ചിട്ട് കാശ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറയാത്രേ അഹം ബ്രഹ്മാസ്മി എന്ന്. അങ്ങനെ പറയാനുള്ളതല്ല. ഇങ്ങനെ അന്വേഷണത്തിലൂടെ ഞാൻ ആ ബോധമാകുന്നു എന്ന അറിവ്, അവിടെ അത് മാത്രമേ ഉള്ളൂ. തുടർന്ന് ഇതിൻ്റെ വിസ്താരമാണ് ഗുരു അവതരിപ്പിക്കുന്നത്. ഈ ഇതിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഗുരുവിന് താഴേക്ക് ഇറങ്ങാൻ കുറച്ചൊരു പ്രയാസം. അറിവിനെയും മമതയ്ക്കധീനമാക്കി പറയും ഇതിൻ പരമാർത്ഥമൂർത്തിടാതെ പറകിലും അപ്പരതത്വം എന്ന പോൽ ഈ അറിവറിയുന്നവൻ അന്യമാകുകയില്ല. ഉപനിഷത്തിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അതെന്താണ് എന്നാണെങ്കിൽ ഇവിടെ പറയുന്നത്, ഒരാൾ പ്രായമായി മരിക്കാനായി. ആ മരിക്കാൻ കിടക്കുന്ന ആളുടെ അടുത്തേക്ക് ഒരാൾ ചെല്ലുമ്പോൾ അയാളുടെ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം അയാളോട് ചോദിക്കുകയാണ് ജാനാസി മാം, ഇങ്ങനെയാണ് ഉപനിഷത്ത് ചോദിക്കുന്നത്, ജാനാസി മാം ജാനാസി മാം, എന്നെ അറിയുമോ, എന്നെ അറിയുമോ? അങ്ങനെയാണല്ലോ പ്രായമായിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചോദിക്കുക, അച്ഛാ എന്നെ മനസ്സിലായോ? അപ്പോൾ അമ്മ പറയും, അപ്പം അച്ഛനെ ആരെയും മനസ്സിലാവില്ല. അച്ഛനിങ്ങനെ നോക്കും, അത് തന്നെ. അപ്പം നോട്ടം മാത്രമേ ഉള്ളൂ.
അപ്പം എന്തില്ല? മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ആ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ശരീരത്തിനൊന്നും വേണ്ടത്ര ശേഷിയില്ല എങ്കിലും ആ മനസ്സിൻ്റെ പ്രകടനം കണ്ണിൽ തന്നെ ആ തിളക്കം വരും. മനസ്സ് പ്രവർത്തിച്ചാൽ മതി. എന്നിട്ട് എന്തെങ്കിലും ഒരു തിളക്കം ഉണ്ടാവും അതിൽ. നിന്നെ മനസ്സിലായി. അപ്പം നീ പറഞ്ഞു എല്ലാം മനസ്സിലാവും, അച്ഛനെല്ലാം അറിയാം, ഞാനെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയും അച്ഛനോ അല്ലെങ്കിൽ ആരോ ആവട്ടെ, പ്രായമായിട്ടുള്ള ഒരാൾ. അപ്പോൾ മനസ്സുണ്ട്. പക്ഷെ ഇന്ദ്രിയങ്ങൾ ആയിട്ടുള്ള ബന്ധപ്പെടലിൽ ഇന്ദ്രിയങ്ങൾ സചേതനമല്ല. ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം അറ്റിട്ടുണ്ട്, പക്ഷെ മനസ്സിൻ്റെ പ്രവർത്തനം അറ്റിട്ടില്ല. അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ആ ആളുകളുടെ കാര്യഗൗരവവും അത് ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ട്. 2, ഇതേ ആൾ തന്നെ കുറച്ച് ദിവസങ്ങളും കൂടെ കഴിഞ്ഞാൽ മരണത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പറഞ്ഞു തരിക, പേടിക്കൊന്നും വേണ്ടേ. 2, ഇതേ ആൾ തന്നെ കുറച്ച് ദിവസങ്ങളും കൂടെ കഴിഞ്ഞാൽ മരണത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പറഞ്ഞു തരിക, പേടിക്കൊന്നും വേണ്ടേ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ആരും മനസ്സിലാവുന്നില്ല, ആരും തിരിച്ചറിയില്ല. ഇപ്പോൾ ജീവച്ഛവം എന്നൊക്കെ നമ്മൾ പറയും. മകൻ വന്നാലും മകള് വന്നാലും ഭാര്യ വന്നാലും ഭർത്താവ് വന്നാലും ശത്രു വന്നാലും മിത്രം വന്നാലും ആര് വന്നാലും മൂപ്പരിങ്ങനെ തന്നെയാണ്. എവിടേക്കോ ദൃഷ്ടിയെ വെച്ചുകൊണ്ട് വായിൽ കൂടെ കുഴലിട്ട് കൊടുക്കണു, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കണു. തന്നെ മനസ്സില്ല, ഇന്ദ്രിയങ്ങളും ഇല്ല. പക്ഷെ ആള് കാറ്റ് പോയിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇന്ദ്രിയ വ്യാപാരങ്ങൾ മനസ്സിൽ വിലയിക്കുകയും ആ മനസ്സുള്ള സമയത്ത് തിരിച്ചറിയുകയും അതേ സമയത്ത് മനസ്സ് പോയി പ്രാണനിൽ വിലയിക്കുകയും മനസ്സൊടുങ്ങി പിന്നെ പ്രാണനെ നിൽക്കുന്നുള്ളൂ. ഈ പ്രാണൻ നിൽക്കുന്നതുകൊണ്ട് ആൾ അങ്ങനെ നിൽക്കും. ആ പ്രാണൻ വെടിയുന്ന സമയത്തോ പ്രാണൻ പോയി ബോധത്തിൽ വിലയിക്കുകയും. ഇതാണത്ര പ്രക്രിയ. അതുകൊണ്ടാണ് മരിച്ച് കഴിഞ്ഞാൽ വീണ്ടും ചിലരൊക്കെ ജീവിക്കും. ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പ്രാണൻ ബോധത്തിൽ വിലയിച്ച് അങ്ങനെ ചില കേസൊക്കെ ഉണ്ടല്ലോ. ശ്മശാനത്തിൽ വെച്ചപ്പോൾ ആൾ എഴുന്നേറ്റു എന്നാ, തീ ചൂട് പിടിച്ചപ്പോൾ. അപ്പം പ്രാണൻ പോയി ബോധത്തിൽ എവിടെ നിന്നാണോ ആ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുവല്ലോ, അതിലാദ്യത്തെ ശക്തി സ്പന്ദനം ഉപനിഷത്തിൽ പറയുന്നു. അത് അനേജദേകം മനസോ ജവീയ നൈനദ്ദേവ ആപ്നുവൻ പൂർവമർഷത് തദ്ധാവതോന്യാൻ അത്യേതി തിഷ്ടത് തസ്മിന്നപോ മാതരിശ്വ ദദാതി. അതിൽ പ്രാണവായു പ്രകടമായി. അപ്പോൾ ആ പ്രാണൻ പോയി അതിലങ്ങോട്ട് വിലയിക്കും. ഇത് ഓരോന്ന് വിലയിക്കുന്നത് അവിടെയാണ്, ഓരോന്ന് വരുന്നത് പോലെ. ഇന്ദ്രിയങ്ങളുടെ ആ ചൈതന്യ ശക്തി മനസ്സിൽ വിലയിക്കുകയും, അല്ലെങ്കിൽ അവിടെ പറയുന്നത് വാഗിന്ദ്രിയം, വാക്ക് പോയിട്ട് മനസ്സിൽ വിലയിക്കുന്നു എന്നാണ്. സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ മനസ്സിനെ അറിയാം. സംസാരശേഷിയില്ല, പക്ഷെ മനസ്സിനറിയാം. അത് പോയി മനസ്സിൽ വിലയിച്ചു, മനസ്സ് പ്രാണനിൽ വിലയിച്ചു, പ്രാണൻ പോയിട്ട് ബോധത്തിൽ വിലയിച്ചു. ആ ബോധം പരമബോധത്തിൽ, ആ വിശ്വബോധത്തിൽ വിലയിക്കുന്നു. ഈ വിലയനമാണ് ബോധപൂർവമുള്ള പ്രക്രിയയിലാണ് സമാധി എന്ന് പറയുക. അങ്ങനെ ശരീരം വിട്ടു പോകുന്നതിനെ സമാധി പറയാറുണ്ട്. അതുകൊണ്ടാണ് സന്യാസിമാരുടെ ശരീരം ദഹിപ്പിക്കാത്തത്. ഗൃഹസ്ഥാശ്രമികളുടെ ദഹിപ്പിക്കും അത്രേ. അതെന്തിനാണ്? ഈ ശരീരം, ഇത് വളരെ സയൻറ്റിഫിക്കാണ് ഈ സംഗതി. ഈ ശരീരത്തിൽ ഈ സൂക്ഷ്മമായ വാസനകൾ, കർമ്മവാസനകൾ സൂക്ഷ്മരൂപത്തിൽ ഈ ശരീരത്തിൻ്റെ അഭാവത്തിലും എല്ലാ ചേതനയറ്റ ഈ ഒരു സംഗതി ഇതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കളിക്കും. ഇതിലേക്ക് എന്നെ പ്രവേശിക്കാനും ഇതിൽ തന്നെ ഒരു വാടക വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചൊരു ഏർപ്പാട് പോലെയാണ്. ഇപ്പോൾ പുറത്താക്കി കുടി ഒഴിപ്പിച്ചൊരു കേസ് പോലെ. അവിടെ തന്നെ ഇനി ഏത് വീട്ടിൽ പോവും എന്നുള്ള മട്ടിൽ അത് കൂടുതൽ ചുറ്റിക്കളിക്കാതിരിക്കാനാണ് വേഗത്തിൽ തീ കൊടുക്കുന്നത്. വേഗം അഗ്നിക്കിരയാക്കണം എന്ന് പറയും. കാരണം ശരീരവുമായി അത്രയും താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശരീരത്തെ തന്നെ എങ്ങനെയെങ്കിലും കേടുപാടൊക്കെ മാറ്റി ശരിയാക്കി എടുക്കണം എന്നാണ് ആളുടെ തീവ്രമായ ചിന്ത. ഇതുവരെ താൻ ചെയ്തുകൊണ്ടിരുന്നതും അതുതന്നെയാണ്.
സന്യാസി എന്ന് പറയുമ്പം നാമമാത്രമായ സന്യാസി എന്നല്ല, ഈ അറിവ്. ഏതറിവ്? താൻ ശരീരമല്ല എന്നും തനിക്ക് ഈ ശരീരം കൊണ്ട് ഇനി കർമ്മങ്ങൾ ബാക്കിയുണ്ട് എന്നാര് ചിന്തിക്കുന്നില്ലയോ അവനെ സംബന്ധിച്ച് ഇതിലേക്ക് വീണ്ടും കയറിക്കൂടാനുള്ള ഏർപ്പാടൊന്നുമില്ല എന്ന്. അതുകൊണ്ടാണ് അവരുടേത് ഭൂസമാധിയാക്കുന്നത് എന്ന് പറയും. മറ്റതിനെ അഗ്നിക്കിരയാക്കും, അല്ലെങ്കിൽ മൂപ്പരിങ്ങനെ ചുറ്റിക്കളിക്കും എന്നാണ്. അതൊരു ഇത്തരത്തിലുള്ള ഒരു ഇതാ. ഇനി അത് ചുറ്റിക്കളിച്ച് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല. അതിനെ അടുത്ത വണ്ടിക്ക് പറഞ്ഞയക്കാനുള്ള ഏർപ്പാടാണ് അത്ര ഇത് അവർ നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണിത്. അപ്പം പറഞ്ഞു വന്നത് ഈ ഒരു ക്രമം, ഈ ക്രമത്തിൽ അതിൽ വിലയിക്കുന്നത് ഇത് ബോധപൂർവം ചെയ്യാം. ആ ബോധപൂർവ പ്രക്രിയയിൽ പിന്നെ അത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം വിലയിച്ച് നിദ്രയിൽ അജ്ഞാനത്തിൽ നാം അങ്ങനെ ചെയ്യുന്നു, അറിവോടുകൂടിയല്ലാതെ. സമാധി എന്ന് പറയുമ്പോൾ ധ്യാനത്തിലൂടെ അറിവോടുകൂടി അത് ചെയ്യുന്നു. ഗുരു പറയുക, ഈ കാര്യത്തിൽ, ഏത് കാര്യത്തിൽ? ഈ സങ്കല്പങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ള ഈ പ്രപഞ്ചബോധത്തെ വിട്ടുകഴിഞ്ഞു എങ്കിലോ ഞാൻ എന്ന ജീവബോധം ഇല്ലാതെയാവും. ആ ഞാൻ എന്ന് പറയുന്ന ജീവബോധം വേർപെട്ട് കഴിഞ്ഞാലോ സങ്കല്പജന്യമായ ഈ പ്രപഞ്ചബോധവും ഇല്ലാതെയാവും. ഇത് രണ്ടും തന്നെ, ഈ ഞാൻ എന്ന ബോധവും പ്രപഞ്ചബോധവും എൻ്റേതെന്ന ബോധവും, ഇത് രണ്ടും ഏകീഭവിക്കും, ശുദ്ധബോധത്തിൽ ഏകീഭവിക്കും. അതാണ് അഹംകാരത്തിൻ്റെ അഹംബോധത്തിലേക്കുള്ള വളർച്ച. ഇങ്ങനെ പ്രപഞ്ചബോധവും ജീവബോധവും വിചാരം ചെയ്തു നോക്കിയാൽ ഇതെന്താണ്? രണ്ടും ഒന്ന് തന്നെ എന്ന് തെളിയും. ഇക്കാര്യത്തിൽ സംശയമില്ല എന്നാണ് ഗുരു പറഞ്ഞത്. തുടർന്ന് പറഞ്ഞത് അതാണ് നമ്മൾ അതിനെയാണ് അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു കാര്യത്തിൽ തുടർന്ന് പറയുകയാണ്, നമ്മൾ ശ്ലോകം ചർച്ച ചെയ്തിട്ടില്ല. അറിവിനെയും ബോധത്തെയും അതുപോലെ മമതയ്ക്ക് അധീനമാക്കി, എൻ്റെ എന്ന മമതയ്ക്ക് വിഷയമായിട്ടുള്ള അതിന് അധീനമാക്കി പറയും അറിവില്ലാത്തവർ സംസാരിക്കും. അങ്ങനെ ഇതിൻ പരമാർത്ഥമോർത്തിടാതെ ബോധവും ഞാനും ഒന്നെന്ന രഹസ്യം അറിയാതെ, വാസ്തവം ധരിക്കാതെ പറയുന്നു അപരതത്വമെന്ന പോൽ, ആ പരമാത്മ സാക്ഷാത്കാരത്തിൽ എന്ന പോലെ അറിവ്, ആ ബോധം പറയുന്നു. അറിയുന്നവന്, ബോധസ്വരൂപനായിട്ട് ആരാണോ ഇതിനെ അറിയുന്നത്, ആ അവന്, അതായത് ആ ജീവനിൽ നിന്ന് ഇത് അന്യമാകുകയില്ല, ഒരിക്കലും ഇത് വേറെയായി നിലനിൽക്കുന്നില്ല എന്ന് പറയാം. അപ്പോൾ അജ്ഞാനം കൊണ്ട് ഇനി ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാലും പരമാത്മ സാക്ഷാത്കാരത്തിൽ അവിടെ ബോധസ്വരൂപനായിട്ടുള്ള ആ ജീവൻ തന്നെയാണ് ഇതായി പരിണമിക്കുന്നതും. അതൊരിക്കലും ജീവൻ ഇതെന്താണിപ്പോൾ ഇങ്ങനെ ഗുരു പറയുന്നത് എന്നാണെങ്കിൽ നമുക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. ജീവാത്മ പരമാത്മ, ഈ ജീവാത്മാവ് പോയി പരമാത്മാവിൽ ലയിക്കുന്ന ഒരു ഏർപ്പാട്, അതിനെയാണ് ഗുരു ഇവിടെ പറഞ്ഞത്. ഇവിടെ ഈ ലയനം എന്നത് അറിവ് കൊണ്ടുള്ള ലയനം തന്നെയാണ്. അതുകൊണ്ട് രണ്ടെന്നത് ഇവിടെ ഇല്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. അറിവിനെയും ബോധത്തെയും അതുപോലെ മമതയ്ക്ക് അധീനമാക്കി, എൻ്റെ എന്ന മമതയ്ക്ക് വിഷയമായിട്ടുള്ള അതിന് അധീനമാക്കി പറയും അറിവില്ലാത്തവർ സംസാരിക്കും. അങ്ങനെ ഇതിൻ പരമാർത്ഥമോർത്തിടാതെ ബോധവും ഞാനും ഒന്നെന്ന രഹസ്യം അറിയാതെ, വാസ്തവം ധരിക്കാതെ പറയുന്നു അപരതത്വമെന്ന പോൽ, ആ പരമാത്മ സാക്ഷാത്കാരത്തിൽ എന്ന പോലെ അറിവ്, ആ ബോധം പറയുന്നു. അറിയുന്നവന്, ബോധസ്വരൂപനായിട്ട് ആരാണോ ഇതിനെ അറിയുന്നത്, ആ അവന്, അതായത് ആ ജീവനിൽ നിന്ന് ഇത് അന്യമാകുകയില്ല, ഒരിക്കലും ഇത് വേറെയായി നിലനിൽക്കുന്നില്ല എന്ന് പറയാം. അപ്പോൾ അജ്ഞാനം കൊണ്ട് ഇനി ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാലും പരമാത്മ സാക്ഷാത്കാരത്തിൽ അവിടെ ബോധസ്വരൂപനായിട്ടുള്ള ആ ജീവൻ തന്നെയാണ് ഇതായി പരിണമിക്കുന്നതും. അതൊരിക്കലും ഇതെന്താണിപ്പോൾ ഇങ്ങനെ ഗുരു പറയുന്നത് എന്നാണെങ്കിൽ നമുക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. ജീവാത്മ പരമാത്മ, ഈ ജീവാത്മാവ് പോയി പരമാത്മാവിൽ ലയിക്കുന്ന ഒരു ഏർപ്പാട്, അതിനെയാണ് ഗുരു ഇവിടെ പറഞ്ഞത്. ഇവിടെ ഈ ലയനം എന്നത്
അറിവ് കൊണ്ടുള്ള ലയനം തന്നെയാണ്. അതുകൊണ്ട് രണ്ടെന്നത് ഇവിടെ ഇല്ലേ ഇല്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ പറഞ്ഞിരിക്കണം. കട്ടി കൂടുന്നുണ്ടെങ്കിൽ ഗുരു തന്നെ കട്ടി കുറയ്ക്കുന്നുണ്ട്.